ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണിത്. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വാങ്ങിയ ട്രൈപോഡ് ഒരു 660 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അതൊരു ലൈറ്റ് വെയ്റ്റ് ട്രൈപോഡായിരുന്നു. ഒരുപാട് തവണ കൈ തട്ടുമ്പം തന്നെ താഴത്ത് വീഴുന്ന ടൈപ്പ് ട്രൈപോഡായിരുന്നു. അങ്ങനെ ഒടുവിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം പൊട്ടിപ്പോയി. അങ്ങനെ ഞാനത് കളഞ്ഞിട്ട് ഇത് പുതിയൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 750 രൂപയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഈ ഒരു ട്രൈപോഡ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിനേക്കാളും നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രൈപോഡാണ്. ഇത് നമ്മൾ ഒറ്റ സ്റ്റാൻഡിൽ വെക്കുമ്പം തന്നെ കുറച്ച് നല്ല ഹൈറ്റ് വരുന്ന ഒരു ട്രൈപോഡാണിത്. നമുക്ക് മൊബൈൽ മാത്രമല്ല, ഇതിൽ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ കൂടെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 ഗ്രാമാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ച ട്രൈപോഡ് ഫസ്റ്റ് യൂസിൽ തന്നെ പൊട്ടിപ്പോയിരുന്നു. ഇപ്പോൾ ഈ ഒരു ട്രൈപോഡ് കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് എത്രത്തോളം ക്വാളിറ്റി കുറവാണെന്ന് മനസ്സിലായത്. മൊബൈൽ ഹോൾഡർ നമുക്കിതുപോലെ 2 സൈഡിൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. കുത്തനെ വേണമെങ്കിൽ അങ്ങനെ വെക്കാം, ചെരിച്ചിട്ടും നമുക്ക് വെക്കാൻ പറ്റും. ഏത് സൈസ് മൊബൈൽ വേണമെങ്കിൽ നമുക്കിതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഈ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 520 mm തൊട്ടിട്ട് 1400 mm വരെയാണ്. നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് നിലത്ത് വെച്ച് ഒരു ടേബിൾ ഹൈറ്റിലൊക്കെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡിന് റബ്ബർ ഫീറ്റ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഗ്രിപ്പും കിട്ടും. പിന്നെ ആരെങ്കിലും വന്ന് തട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ വീഴും എന്നല്ലാതെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫോൺ വെക്കുന്ന സമയത്തൊന്നും വീഴാനുള്ള ഒരു ചാൻസും ഇല്ല. അടുത്ത പ്രോഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഇതേപോലെ തന്നെ ഒരു റിംഗ് ലൈറ്റാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു സ്റ്റാൻഡ് റിംഗ് ലൈറ്റ് ഒരുമിച്ചിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സഹായം കൊണ്ട് ആ റിംഗ് ലൈറ്റ് പൊട്ടിപ്പോയി. അങ്ങനെയാണ് രണ്ടാമതൊന്ന് ഞാൻ വാങ്ങുന്നത്. ഇതിന് തൊട്ട് മുന്നേ ഒന്ന് വാങ്ങിയിട്ട് തീരെ ക്വാളിറ്റി പോരായിട്ടൊന്ന് റിട്ടേൺ അടിച്ചിരുന്നു. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ റിംഗ് ലൈറ്റാണ്. പക്ഷേ ഇത് അതിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു റിംഗ് ലൈറ്റാണ് കിട്ടിയത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ റേറ്റ് കുറഞ്ഞ് നോക്കിയിട്ടൊക്കെ വാങ്ങുമ്പം ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ കുറച്ച് മൊബൈൽ ഹോൾഡറും സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. ഈ ഒരു ലൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. 3 കളർ ഷെയ്ഡിലാണ് ഈ റിംഗ് ലൈറ്റ് വരുന്നത്. യെല്ലോവും വൈറ്റും പിന്നെ ഒരു വാം ലൈറ്റും ആയിട്ട്. ഇതൊരു മൊബൈൽ ഹോൾഡറിൻ്റെ സ്റ്റാൻഡാണ്. അത് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതുപോലെ വളച്ച് വെക്കാം. അത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ആക്കി കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രൈപോഡിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയുണ്ട്. നമുക്ക് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി മൊബൈൽ ഹോൾഡർ കൂടെ ഫിറ്റ് ചെയ്താൽ നമ്മുടെ റിംഗ് ലൈറ്റ് സെറ്റായി. ഇനി ഈ ഒരു ലൈറ്റ് മൊബൈൽ സ്റ്റാൻഡിനോട് കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. റിംഗ് ലൈറ്റ് പ്ലഗിൽ കുത്തി കൊടുത്തിട്ട് അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കുന്നുണ്ട്. അത്യാവശ്യം മോശമില്ലാത്ത വെളിച്ചം ഇതിന് കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ആദ്യം നഷ്ടപ്പെട്ട റിംഗ് ലൈറ്റ് ഇതിനേക്കാളും ബെറ്റർ ആയിരുന്നു. എന്നാൽ ഈ ഒരു റേറ്റിന് ഈ റിംഗ് ലൈറ്റ് ഓക്കെ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.